നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ, കുറ്റപത്രത്തിൽ ഏക പ്രതി ദിവ്യ, വ്യാജ പരാതിക്കാരൻ പ്രശാന്തൻ സാക്ഷി. ദിവ്യയെ ന്യായീകരിച്ച് സാഹചര്യ തെളിവ്, കുറ്റപത്രത്തിൽ തൃപ്തിയില്ലെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം എന്നടക്കമുള്ള വിവരങ്ങളാണ് കേരള കൗമുദിയിൽ ആദ്യ പേജിൽ നൽകുന്നത്. അതിന് വലതുഭാഗത്തായി എമ്പുരാനെ ചെത്തിമിനുക്കി വീണ്ടും സെൻസറിങ്, 17 സീനും വില്ലന്റെ പേരും മാറ്റും, കലാദൃശ്യങ്ങൾ കുറയ്ക്കും, പരിഹാരത്തിന് മോഹൻലാൽ തന്നെ മുൻകൈയെടുത്തതായാണ് സൂചന. എമ്പുരാൻ കണ്ട് പിണറായി, അതിൻ്റെ ചിത്രം ഇടതുഭാഗത്തായി നൽകുകയും ചെയ്യുന്നുണ്ട്. അതിന് താഴെ മുറ്റത്തെ തെങ്ങ് കണ്ടാലറിയാം നാളികേര ബോർഡിൻ്റെ ഗതി എന്നടക്കമുള്ള ചില കൗമുദി സ്പെഷ്യൽ വാർത്ത നൽകുന്നു. അതായത് തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കാനാണ് നാളികേര വികസന ബോർഡ്, പക്ഷേ ബോർഡിൻ്റെ കൊച്ചി ആസ്ഥാന മുറ്റത്തെ തൈകൾ പോലും പരിപാലിക്കുന്നില്ല. കെടുകാര്യസ്ഥതയുടെ സാക്ഷ്യപത്രമായി അവ പൂമ്പെടുത്ത് നിൽക്കുന്നു എന്നതിൻ്റെ ചിത്രവും അതിനോടൊപ്പം നൽകുന്നുണ്ട്. ചോദ്യത്തിന് പകരം ഉത്തരം നൽകി PSC, കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസ് നഷ്ടമായതിൻ്റെ പൊല്ലാപ്പ് എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നു. നാളെയും മറ്റന്നാളും ബാങ്ക് അവധി എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. മ്യാൻമറിൽ മരണം 1600 കടന്നു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മണ്ഡലയിൽ തകർന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരു താമസക്കാരനെ രക്ഷാപ്രവർത്തകർ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ചിത്രം നൽകിയിരിക്കുന്നു. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ സിനിമയായി കാണണം രാജീവ് ചന്ദ്രശേഖർ. എമ്പുരാൻ ചവിട്ടിയാൽ തമ്പുരാന് കേടില്ല എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിന് പിന്നിൽ സുഹൃത്ത് സുഗാന്തിൻ്റെ സാമ്പത്തിക ചൂഷണം എന്ന വാർത്ത. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയായിരുന്ന മേഘയുടെ മരണത്തിൽ ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അതിനായി കൊച്ചി IB യൂണിറ്റിന് നോട്ടീസ് നൽകും എന്നുള്ള അടക്കമുള്ള വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് കേരള കൗമുദി. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ, ദീപികയിൽ ദുരിതത്തീയിൽ ലക്ഷങ്ങൾ, ഭൂകമ്പം ഉലച്ച മ്യാൻമറിൽ ഇതുവരെ കണ്ടെടുത്തത് 1644 മൃതദേഹങ്ങൾ എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. മുനമ്പത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി MPമാർ വോട്ട് ചെയ്യണം. KCBC, അതായത് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലാണ് ആ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ വാർത്ത നൽകിയിട്ടുണ്ട്. മ്യാൻമറിന് സഹായഹസ്തം ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. കേരള സർവകലാശാലയിൽ ഗുരുതര വീഴ്ച, ഉത്തരക്കടലാസുകൾ നഷ്ടമായുള്ള വാർത്തയ്ക്ക് വലതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു, ദിവ്യ മാത്രം പ്രതി എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. ദീപികയും ആദ്യ പേജിൽ ക്ഷണിക്കാതെ കടന്നു വന്ന് അധിക്ഷേപ പ്രസംഗം എന്നുള്ളതാണ് പ്രതിയാക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തിലൊന്നായി പറയുന്നത്. മാവേലിനാട് എന്ന രാജു നായർ തയ്യാറാക്കിയ കാർട്ടൂണിൽ ആശാസമരം 50-ാം ദിവസത്തേക്ക് എമ്പുരാനേക്കാൾ ജനപിന്തുണ ആശാസമരത്തിനാണ് എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ, സംഘപരിവാർ ഭീഷണിയിൽ എമ്പുരാൻ, മോഡിഫിക്കേഷൻ. നിർമ്മാതാക്കളുടെ തീരുമാനപ്രകാരം ചിത്രത്തിൽ മാറ്റം, പ്രധാന വില്ലൻ ബജരംഗിയുടെ പേരൊഴിവാക്കും, ഗുജറാത്ത് കലാപ ദൃശ്യങ്ങൾക്കും കത്രിക വീഴും, 17 വെട്ട് എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രധാന തലക്കെട്ടുകൾ. മുൻ ADM നവീൻ ബാബുവിന്റെ മരണം, പ്രതി ദിവ്യ മാത്രം, കൊലപാതക ആരോപണം തള്ളി കുറ്റപത്രം, മരണകാരണം ദിവ്യയുടെ പ്രസംഗം, ഗൂഢാലോചനയില്ല എന്നടക്കമുള്ള വാർത്തയ്ക്ക് മാധ്യമം വലതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ചോദ്യപേപ്പറിന് പകരം ഉത്തരസൂചിക, വകുപ്പ് തല പരീക്ഷ PSC റദ്ദാക്കി എന്നുള്ള വാർത്തയ്ക്കും താഴെ ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട്. മ്യാൻമാർ ഭൂചലനം മരണം 1600 എന്നുള്ള വാർത്തയ്ക്കും ഇടമുണ്ട്. ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോവാദി വേട്ട, 18 പേരെ വധിച്ചു. ഛത്തീസ്ഗഡിൽ 2 ഇടങ്ങളിലായി നടന്ന ഏറ്റുമുട്ടലിൽ 18 മാവോവാദികളെ സുരക്ഷാസേന വധിച്ചു, 4 ജവാന്മാർക്ക് പരിക്കേറ്റു. ബസ്സർ മേഖലയിലെ സൂക്ഷ്മ ബിജാപൂർ ജില്ലകളിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത് എന്നുള്ള വാർത്തയ്ക്കിടമുണ്ട്. നിർമ്മിത ബുധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് BJP നേതാവ്, ലഫ്റ്റനന്റ് കേണൽ എന്നാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ, മരണം 1600 കടന്നു, തകർന്നടിഞ്ഞ മ്യാൻമാർ, 100 കണക്കിന് ആളുകൾ മണ്ണിനടിയിൽ. മ്യാൻമാറിൽ 2389 പേർക്ക് പരിക്ക്, തായ്ലൻഡിൽ 50-ലേറെ പേരെ കാണാനില്ല എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ. സംഘപരിവാർ ഭീഷണി, എമ്പുരാന് വെട്ട് എന്ന തലക്കെട്ടോടുകൂടി എമ്പുരാനിൽ 17 ഇടങ്ങളിൽ വെട്ടിച്ചുരുക്കുന്നു, ബജരംഗിയുടെ പേര് മാറ്റുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദേശാഭിമാനിയുടെ ആ വാർത്തയ്ക്കും അതിന് തൊട്ടടുത്തായി പ്രാധാന്യം നൽകുന്നുണ്ട്. മാലിന്യമുക്ത കേരളം പ്രഖ്യാപനം ഇന്ന് എന്ന വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യം, ഇന്നേ തുടങ്ങാം നാളേക്കായി എന്നുള്ളതാണ് അതിൻ്റെ മുദ്രാവാക്യം. സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വേദിയാകും രാജ്യത്തിൻ്റെ സമ്പന്നമായ കലാപാരമ്പര്യവും വിപ്ലവാശയങ്ങളും സമന്വയിക്കുന്ന പരിപാടികൾ ഏപ്രിൽ 1 മുതൽ 6 വരെ എന്നുള്ള വാർത്തയ്ക്ക് ഇടം നൽകുന്നുണ്ട്. അതായത് വൈഗൈ നദീതീരത്തെ ഗോപുര നഗരമായ മധുര CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ആഘോഷവേദിയായി മാറും. രാജ്യത്തിന്റെ സമ്പന്നമായ കലാപാരമ്പര്യവും വിപ്ലവാശയങ്ങളും സമന്വയിക്കുന്ന പരിപാടികൾ ഏപ്രിൽ 1 മുതൽ 6 വരെ നടക്കും. തമിഴ്നാട്, കേരളം, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ കലാസംഘങ്ങളും ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും എന്നുള്ളതാണ് ദേശാഭിമാനി നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത.
മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് 17 രംഗങ്ങൾ നീക്കാൻ നിർമ്മാതാക്കൾ, വെട്ടേറ്റ് എമ്പുരാൻ. നടപടി RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ സിനിമയ്ക്ക് നേരെ നടത്തുന്ന പ്രതിഷേധങ്ങൾക്കിടെ ഗോദ്രയും ഗുജറാത്തും ഒഴിവാക്കും. അതായത് ചരിത്രത്തിലെ ഗുജറാത്ത് കലാപങ്ങൾ പരാമർശിക്കുന്ന ഭാഗങ്ങൾ, ഗർഭിണിയെ ഉപദ്രവിക്കുന്ന രംഗം, മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കുന്ന നാട്ടുരാജ്ഞിയുടെ കൊലപാതകം, ജാതി അധിക്ഷേപം എന്നിവ ഒഴിവാക്കും. ബാബ ബജ്രംഗി എന്ന പ്രധാന വില്ല കഥാപാത്രത്തിൻ്റെ പേരും മാറ്റും. ചില സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്യും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഛത്തീസ്ഗഡിൽ 18 മാവോവാദികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. മാലിന്യമുക്തം തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രഖ്യാപനം ഇന്നുടങ്ങുന്ന വാർത്തയ്ക്കും ചെറിയ പ്രാധാന്യം നൽകുന്നു. നവീൻ ബാബുവിന്റെ മരണം കുറ്റപത്രം കോടതിയിൽ. ആത്മഹത്യയ്ക്ക് കാരണം ദിവ്യയുടെ അധിക്ഷേപം. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. ദിവ്യ ഏകപ്രതി എന്നടക്കമുള്ള വാർത്തയ്ക്കും പ്രാധാന്യമേറെ നൽകുന്നുണ്ട് മാതൃഭൂമിയിൽ. കാകദർശി എന്ന കാർട്ടൂൺ പരമ്പരയിൽ കൊടിച്ചിപ്പട്ടി പ്രയോഗം സ്ത്രീവിരുദ്ധം, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. MV ഗോവിന്ദൻ. കൊടിച്ചിപ്പട്ടി ഒരു നികൃഷ്ട ജീവിയല്ല എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. മകളുടെ ഫീസ് അടയ്ക്കാൻ വിറ്റ ഓട്ടോ തിരിച്ചു വാങ്ങി നൽകി കോളേജ്. വിറ്റ ഓട്ടോ വീണ്ടും സോമന് സ്വന്തം എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ജീവിതമാർഗം ഓട്ടോ വിറ്റ് മകളുടെ ഫീസ് അടച്ച അച്ഛൻ്റെ മനസ്സു വായിക്കാൻ ഗൂഗിൾ എന്ന കോളേജ് ചെയർമാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. ഒരച്ഛനെയും മകളെയും ഓഫീസിലേക്ക് വിളിപ്പിച്ചു. വിറ്റ ഓട്ടോ മടക്കി വാങ്ങി നൽകി. കുട്ടിയുടെ പഠനം സൗജന്യവുമാക്കി എന്നടക്കമുള്ള കാര്യങ്ങളാണ് മാതൃഭൂമിയിൽ നൽകിയിട്ടുള്ള വാർത്ത. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ഉണരാം ലഹരിക്കെതിരെ ജന്മഭൂമിക്കൊപ്പം അണിനിരന്ന ആയിരങ്ങൾ എന്ന വാർത്ത. അതായത് ജന്മഭൂമി സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ലഹരിക്കെതിരെയുള്ള ജാഗ്രതയാത്ര ശിവഗിരി സ്വാമി സച്ചിദാനന്ദ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ജന്മഭൂമി. മ്യാൻമർ ഭീതിയിൽ വീണ്ടും ഭൂചലനം, മരണം 1500 കടന്നു. മ്യാൻമർ സഹായഹസ്തം ഓപ്പറേഷൻ ബ്രഹ്മ എന്നടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിൽ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്ന ജന്മഭൂമി. RSS ആസ്ഥാനം സന്ദർശിക്കുകയും ചെയ്യും. ADM നവീൻ ബാബുവിന്റെ മരണം PP ദിവ്യ ഏകപ്രതി, കുറ്റപത്രം സമർപ്പിച്ചു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം. അംബേദ്കർ ജയന്തിക്ക് പൊതു അവധി എന്നുള്ള വാർത്തയ്ക്ക് ഇടം നൽകുന്നു ജന്മഭൂമി. ആശമാർക്കുള്ള വേതനം വർധന സർക്കാർ തടയുമെന്ന ആശങ്ക, തടഞ്ഞാൽ അവർക്ക് തന്നെ വിന. പ്രമീള ശശിധരൻ. ജനക്ഷേമം തടയുമോ എന്ന് രഞ്ജിത്ത് അടക്കമുള്ള വാർത്തയ്ക്ക് ജന്മഭൂമിയും ഇടം നൽകുന്നു. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ എന്താ പരീക്ഷ, ഉത്തരക്കടലാസ് നഷ്ട കേരളം മറച്ചുവെച്ചത് 2 മാസം. ഒടുവിൽ പോലീസിന് പരാതി. VC-യുടെ യോഗം ചൊവ്വാഴ്ച. ചോദ്യമല്ല PSC നൽകിയത് ഉത്തര സൂചിക. പരീക്ഷ റദ്ദാക്കി, വീണ്ടും നടത്തും എന്നടക്കമുള്ള വാർത്തയ്ക്ക് മലയാള മനോരമയിൽ വലിയ പ്രാധാന്യം നൽകുന്നു. അതിന് വലതുഭാഗത്തായി പുതിയ പതിപ്പ് ബുധനാഴ്ചയോടെ തിയേറ്ററിൽ. എമ്പുരാന് 17 വെട്ട് സ്വമേധയ. ഒഴിവാക്കുന്നത് സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപ രംഗങ്ങളും. ലാലിനും പൃഥ്വിക്കുമെതിരെ RSS മുഖപത്രം അടക്കമുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മലയാള മനോരമ. CPM നിലപാട് പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ടിൽ ഗുണമില്ല, ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിൽ മതി. CPM നിലപാട് പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ടിൽ ഗുണമില്ല, ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിൽ മതി. കേരള ഘടകത്തിന്റെ കോൺഗ്രസ് വിരുദ്ധ നിലപാടിന് മേൽക്കൈ. മ്യാൻമർ ഭൂകമ്പം, മരണം 1600 എന്ന വാർത്തയ്ക്കും പ്രാധാന്യമേറെ നൽകുന്നു മലയാള മനോരമയിൽ. ഓപ്പറേഷൻ ബ്രഹ്മ തുണയായി ഇന്ത്യ എന്നുള്ള വാർത്തയ്ക്ക് ഒരു പ്രധാന കോളം കൂടി ചേർക്കുന്നു. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ PSC ചോദ്യങ്ങൾക്ക് പകരം ഉത്തരസൂചിക വിതരണം ചെയ്തു. PSC അംഗങ്ങൾക്ക് ലക്ഷങ്ങളുടെ ശമ്പള വർധന കിട്ടിയ സന്തോഷത്തിനാണ് എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളോട് അവസാനിക്കുന്നു. നാളെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.